അതെയോ മഹാദേവ, എനിക്ക് ആ പൂജ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലേ? പൂജയ്ക്ക് ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. ത്രിവിക്രം എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? എന്തു പറ്റി ശിവാനി? നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എന്നെ പറ്റി ആലോചിച്ചോണ്ടിരിക്കാണോ അതോ അമ്പലത്തിൽ നടന്നതിനെ കുറിച്ച് ആലോചിക്കാണോ? എന്താ സംഭവിച്ചത്? എന്ത് ശിവാനി ഇങ്ങനെ ചോദിക്കുന്നത്? നീ നമ്മുടെ പ്രണയത്തിന്റെ കാര്യത്തിൽ മാറുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇത്രയും വേഗം നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവസാനം ചലഞ്ചിൽ ഞാൻ തന്നെ ജയിച്ചു. അവസാനം നിനക്ക് എന്റെ പ്രണയം എന്താണെന്ന് മനസ്സിലായില്ലേ? എനിക്കത് മതി. എന്തൊക്കെയാ നീ പറയുന്നത് തൃശ്ശൂർ? എന്തു പറ്റി ശിവാനി? നമ്മുടെ സ്നേഹത്തെ കുറിച്ചല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശിവാനി, നീ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. നീ നിന്റെ മനസ്സിൽ എനിക്ക് ഇത്ര വലിയ സ്ഥാനം തന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നീ എന്നെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്ന എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഹൃദയത്തിൽ നീ എന്നെ സ്വീകരിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അവസാനം എന്റെ ഹൃദയത്തിന്റെ വാക്ക് തന്നെ സത്യമായില്ലേ? ശിവാനി, ഒരുപാട് ദിവസമായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചത് എന്ന് പറയാൻ പറ്റിയില്ല. ഞാൻ എന്റെ മനസ്സിൽ തട്ടി പറയാൻ പോവാ. നീ കേൾക്ക്. ഐ ലവ് യു ശിവാനി. ശിവാനി, നിനക്ക് എന്താ പറ്റിയേ? നിനക്ക് എന്താ പറ്റിയത്? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? സന്തോഷം കൊണ്ട്. നീ എന്റെ പ്രണയം സ്വീകരിച്ച് എന്നെ ഭർത്താവായി അംഗീകരിച്ചതുകൊണ്ട് സന്തോഷം കൊണ്ട് ചെയ്യുന്നതല്ലേ? ഒരുപാട് സമാധാനം തോന്നുന്നുണ്ട്. എന്താ? നിന്റെ പ്രണയം സ്വീകരിച്ച് നിന്നെ ഭർത്താവായിട്ട് ഞാൻ അംഗീകരിച്ചെന്നോ? ഒരിക്കലുമില്ല. മതി ശിവാനി, ഇത്രയും ദിവസം നമ്മൾ അകന്നിരുന്നത് മതി. ഇനി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കളിപ്പിക്കുന്നത് എന്തിനാ? നീ ഒരു ഭ്രാന്ത് പറയല്ലേ തൃശൂൽ. ആരാ കളിപ്പിക്കുന്നേ? ആരെയാ കളിപ്പിക്കുന്നേ? നീ തന്നെ. അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാനാണ് നിന്റെ ഭർത്താവ്, ഞാൻ നിന്റെ പ്രാണനാണ്, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ അത് സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് ത്രിവിക്രമനെ വഴക്ക് പറഞ്ഞു വിട്ടില്ലേ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്തെന്നോ? എന്താ നീ പറയുന്നേ? വെറുതെ ഓരോ കള്ളം പറഞ്ഞ് കഥയുണ്ടാക്കണ്ട. ഞാൻ പറയുന്നതൊക്കെ സത്യം തന്നെയാ. ഇതൊക്കെ നീ തന്നെ പറഞ്ഞ കാര്യങ്ങളാ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാൻ എന്താ പറഞ്ഞെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ ഇങ്ങനെയൊക്കെ എന്നെ കളിപ്പിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഗോവിന്ദൻ അമ്മാവൻ നീ പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടുനോക്ക്. ത്രിവിക്രം, നിനക്ക് അവനെ കുറിച്ച് സംസാരിക്കാൻ യാതൊരു അവകാശവും. അവന്റെ മേലെ കൈവെക്കുന്നോ? അതിന് മാത്രം ധൈര്യമുണ്ടോ നിനക്ക്? എന്നെ തടയാൻ വന്നിട്ടാ. തടസ്സം നിന്ന് പൂജയ്ക്ക് വിഘ്നം വരുത്താൻ നോക്കിയത് അവനല്ല, നീയാ. തൃശൂൽ മോശപ്പെട്ടവനല്ല. അവൻ ആരെയാണോ സ്നേഹിച്ചത് അവളെ തന്നെ കല്യാണം കഴിച്ചു. അവനൊരു തന്റേടിയാ. ഒരു പെണ്ണിന് ഒരു തവണ കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞു. അവൾക്ക് ആരാണോ താലി കെട്ടിയത് പിന്നെ അവനായിരിക്കും അവളുടെ എല്ലാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും കേട്ടോ. എന്റെ കഴുത്തിൽ അഗ്നിസാക്ഷിയായി താലി കെട്ടിയ, സപ്തപതി ചവിട്ടിയ തൃശൂലാണ് എന്റെ ഭർത്താവ്. എങ്ങനെയുണ്ട്? ഇത്രയും ദിവസം നീ പറഞ്ഞ എല്ലാ വാക്കും എന്റെ ഹാർട്ടിൽ റെക്കോർഡ് ആവുമായിരുന്നു. ഇന്നാണെങ്കിൽ എല്ലാം മൊബൈലിൽ റെക്കോർഡായി. ഇന്ന് മുതൽ നമ്മുടെ പ്രണയം ആരംഭിച്ചിരിക്കുക. എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്ന് അറിയോ ശിവാനി? ഇതേ സന്തോഷം മനസ്സിൽ വെച്ചിട്ട് ദൈവത്തിനടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ഇപ്പൊ തന്നെ പോയിട്ട് വരാം. I love you ശിവാനി. ശിവാനി ഇത്ര നേരമായിട്ടും നാഗലോകത്തേക്ക് വന്നില്ല എങ്കിൽ
അവളുടെ പൂജ സമ്പൂർണമായില്ല എന്നാണ് അർത്ഥം. അവൾക്ക് തൃശൂലാണ് ആദിശേഷൻ എന്നുള്ള കാര്യം അറിഞ്ഞില്ല എന്നുള്ളതും സത്യം. അവൾക്ക് ഈ കാര്യം അറിയില്ല എങ്കിൽ ഞാൻ തന്നെ ഈ കാര്യം പറയുന്നതാണ്. ആദിശേഷൻ വേറെ ആരുമല്ല, തൃശൂലാണെന്നുള്ള കാര്യം അവളോട് തുറന്നു പറയണം. ആദിശേഷനെ അവൾ മനസ്സിലാക്കിയേ പറ്റും. അതിനുള്ള ശരിയായ മുഹൂർത്തം ഞാൻ കണ്ടുപിടിക്കും. മറ്റന്നാൾ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണമുണ്ട്. അന്നാണ് ശരിയായ സമയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനു മുൻപേ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയേക്കാം. സ്വല്പം കാത്തിരിക്കണം. വരുന്ന ചന്ദ്രഗ്രഹണത്തിന്റെ അന്ന് ഭൈരവഗിരിയിലുള്ള ചന്ദ്രമൗലി ക്ഷേത്രത്തിലേക്ക് അവളോട് വരുവാൻ പറയണം. ആ പരമേശ്വരനെ സാക്ഷിയാക്കി അവളോടെല്ലാം തുറന്നു പറയണം. ചന്ദ്രഗ്രഹണമാകുമ്പോഴേക്കും ശിവാനിക്ക് തൃശൂലാണ് ആദിശേഷൻ എന്നുള്ള സത്യം മനസ്സിലാവും. ശിവാനിയും ആദിശേഷനും ഒന്നാവും. അത് ഈ നാഗലോകം മുഴുവനും ആഘോഷിക്കും. ഇപ്പോഴെന്തെങ്കിലും ചെയ്ത് ചന്ദ്രഗ്രഹണത്തിന്റെ അന്ന് ശിവാനിയോട് ഭൈരവ ക്ഷേത്രത്തിലേക്ക് വരുവാൻ പറയണം. എനിക്കത് നേരിട്ട് പോയി അവളോട് പറയുവാൻ സാധിക്കില്ല. ഞാനതിന് മറ്റെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേ തീരൂ. അങ്ങനെയല്ല ത്രിവിക്രം. നീ വെറുതെ ഓരോന്ന് പറഞ്ഞെന്നെ തണുപ്പിക്കണ്ട. ഞാൻ സ്നേഹിച്ച എന്റെ പെണ്ണാ ശിവാനി. അവൾ ഇപ്പൊ തൃശൂലിനെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുക. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് നിന്നു ഞാൻ. എനിക്ക് വന്ന ദേഷ്യത്തിനുണ്ടല്ലോ, എന്റെ ശിവാനിയെ പോലും കൊന്നുകളയാൻ തോന്നിയതാ എനിക്ക്. കൊല്ലുമോ നീ? എന്റെ മനസ്സിലപ്പ തോന്നിയത് അത് മാത്രമാ. പക്ഷെ എന്ത് ചെയ്യാനാ? ശിവാനിയെ ഞാൻ എന്നെയൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അവളെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവളെ കൊല്ലാനൊന്നും എനിക്ക് പറ്റില്ല. മയേ, ശിവാനിയെ എനിക്കിനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. നീ സമാധാനപ്പെടുത്തു വിക്രം. ക്ഷമയോടെ ഇരിക്കെ. യാതൊരു കാരണവശാലും ശിവാനിയും തൃശൂലും ഒന്നാവില്ല. അവളെ നിനക്ക് തന്നെ ലഭിക്കും. ഇതേ കാര്യം നീ പറയാൻ തുടങ്ങിയിട്ട് എത്രയായി മായേ? നീ പറയുന്ന പോലൊന്നും സംഭവിക്കില്ല. ഇത്രയും ദിവസം സംഭവിച്ചുകൊണ്ടിരുന്നത് വേറെ, ഇനി മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത് വേറെ. സാഹചര്യം നമുക്ക് അനുകൂലമായി വരുന്നു ത്രിവിക്രം. ഇനി നീ എന്റെ കളികൾ കാണും. ശിവാനി സുലഭമായിട്ട് നിന്റെ കയ്യിൽ വന്നു ചേരും. ഞാൻ ലക്ഷ്യം വച്ചു കഴിഞ്ഞു. ഇനി വേട്ട തുടങ്ങേണ്ട താമസം. ശിവാനി, ഗുരുദേവൻ. ഞാൻ തന്നെയാണ് നിന്റെ ഗുരുദേവൻ. അങ്ങയുടെ ഈ രൂപം? ഒരു മഹത്തായ കാര്യത്തിനു വേണ്ടി എനിക്ക് രൂപം മാറേണ്ടി വന്നു. എന്ത് കാര്യം അത്? അത് നിന്നോട് പറയുവാനുള്ള സമയം ഇനിയുമായിട്ടില്ല. നീ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. പറഞ്ഞോളൂ ഗുരുദേവ, എന്താണ് ആ കാര്യം? അതിന് ഗ്രഹനില നോക്കി യഥാസമയത്ത് നിന്നോട് പറയുന്നതായിരിക്കും. അതെപ്പോഴാണ് സംഭവിക്കുക? അടുത്ത ദിവസമുള്ള സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന് നീ അന്ന് ഭൈരവഗിരിയിലുള്ള ചന്ദ്രമൗലീശ്വരന്റെ സന്നിധിയിൽ വരണം. ഞാനും അവിടേക്ക് വരും. എല്ലാ കാര്യങ്ങളും നിന്നോട് പറയും. ഗുരുദേവ, അതെന്താ? എന്തിനെ കുറിച്ചാണെങ്കിലും ഇപ്പൊ പറഞ്ഞൂടെ അങ്ങേക്ക്? അത് സാധ്യമല്ല. പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന്റെ അന്ന് ഞാൻ എല്ലാം പറയാം. ഗുരുദേവ, ഗുരുദേവ! ഇതെന്താ ഇത്? ഗുരുദേവനാണല്ലോ സ്വപ്നത്തിൽ വന്നത്, അതും വേറൊരു രൂപത്തിൽ. എന്തോ പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ വേണ്ടി രൂപം മാറിയെന്നാണല്ലോ പറഞ്ഞത്. എന്ത് കാര്യമായിരിക്കും അത്? ഏതോ ശക്തിയുടെ കാര്യമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിലുപരി വളരെ പ്രധാനപ്പെട്ടതാണെന്നും പറഞ്ഞു. എന്തായിരിക്കും അത്? എന്ത് കാര്യമായിരിക്കും? ചന്ദ്രഗ്രഹണത്തിന്റെ അന്ന് ഭൈരവഗിരിയിൽ കാണാമെന്നാ പറഞ്ഞത്. അപ്പോ ഞാൻ അങ്ങോട്ട് പോകേണ്ടി വരും. മറ്റന്നാളല്ലേ ചന്ദ്രഗ്രഹണം? അന്ന് ഗുരുദേവനെ എനിക്ക് കാണാൻ പറ്റുമോ? എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്നാ പറഞ്ഞത്. എന്തായിരിക്കും? എന്തെങ്കിലും ആവട്ടെ, എനിക്ക് അങ്ങോട്ടേക്ക് പോയേ പറ്റൂ.
എന്നാ ശരി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ. എന്തു പറ്റി ശിവാനി, നീ വല്ലാതിരിക്കുന്നല്ലോ? അമ്മ, ഞാൻ ഭൈരവഗിരിക്കൊന്ന് പോണോന്ന് വിചാരിക്കായിരുന്നു. ഭൈരവഗിരിയിലോ? ഇപ്പൊ എന്തിനാ? ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിലേക്കാ. എന്തെങ്കിലും അത്യാവശ്യമായിട്ടാണോ പോകുന്നത്? ആ, ഒരു പൂജ ചെയ്യാനുണ്ടായിരുന്നു. എന്താണ് അമ്മായമ്മയും മരുമകളും നല്ല ചർച്ചയിലാണല്ലോ. ഞാനും ജോയിൻ ചെയ്യട്ടെ? ശിവാനി നിന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? അങ്ങനെ പറയാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവൾക്ക് ഭൈരവഗിരിക്ക് പോണോന്നാ പറയുന്നത്. ഭൈരവഗിരിക്കോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അവിടേക്ക് എന്തിനാ പോകുന്നത്? അവിടെ ഏതോ ക്ഷേത്രത്തിൽ പോകാനാ. എനിക്കെന്തോ വേണ്ടെന്നാ തോന്നുന്നേ. ഇനിയിപ്പോ ചന്ദ്രഗ്രഹണമല്ലേ, നിന്റെ അച്ഛനാണെങ്കിലും വീട്ടിലില്ല. എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചാ? അതെ, ഗ്രഹണമുള്ളപ്പോ കഷ്ടം തന്നെയാ. ഗ്രഹണ സമയത്ത് ആ പൂജ ചെയ്യേണ്ടത്. എനിക്ക് പോയേ പറ്റൂ. ശിവാനി, അമ്മ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നേ. അതും ഈ സമയത്തൊക്കെ വെറുതെ. തൃശൂൽ ഒന്നും സംഭവിക്കില്ല. അതല്ല മോളെ, ഇപ്പൊ നിന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാ പോണെന്ന് ആരാ പറഞ്ഞേ? എന്റെ കൂടെ തൃശൂലും വരുന്നുണ്ട്. അമ്മേ, യു ഡോണ്ട് വറി. ഞാൻ ശിവാനോട് കൂടെ പോയിട്ട് വരാം. ഗ്രഹണത്തിനുള്ള ഗ്രഹപ്പിഴ ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മ പേടിക്കണ്ട. ഇത്രയും നേരം നീ വേണ്ടെന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത്? ഞാനോ? ഹേ, ഞാനെപ്പോഴാ വേണ്ടാന്ന് പറഞ്ഞേ? ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങള് വേറെ നിങ്ങൾ ആലോചിച്ചിരിക്കായിരിക്കും അല്ല ശിവാനി? ആഹാ, ഇത്ര നേരം വേണ്ടാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് കൂടെ പോണെന്ന് പറഞ്ഞപ്പം മൊത്തം അങ്ങ് മാറ്റി കളഞ്ഞല്ലോ. അമ്മേ, ഏട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാക്കൊക്കെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മേ, അമ്മ ഒന്നും ഒണ്ടും പേടിക്കണ്ട. ഞങ്ങൾ സൂക്ഷിച്ചു പോയിട്ട് വരാം. അതെ അമ്മേ, ശിവാനിയെ സേഫ് ആയിട്ട് കൊണ്ടുപോയി സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് എന്റെ കടമയാണ്. സെക്യൂരിറ്റിയെ പോലെ കൂടെ ഉണ്ടോ? ഡയലോഗിന് ഒരു കുറവുമില്ല. സെക്യൂരിറ്റിയെ പോലെ നിൽക്കണ്ട, ഭർത്താവായിട്ട് തന്നെ നിന്നാ മതി. ഭർത്താവെന്ന് പറഞ്ഞാലും അത് തന്നെയല്ലേ? അമ്മ വരുവാ. ബ്രോ, ഞാനാണെന്നേ. എന്തു പറ്റി ബ്രോ? ഹായ് പറഞ്ഞിട്ട് നീ തിരിച്ചു പറയുന്നേ ഇല്ല. എന്താ ദേഷ്യമാണോ? ശിവാനി അങ്ങനെയൊക്കെ പറഞ്ഞ ദേഷ്യം കാണാതിരിക്കോ? കൂൾ ബ്രോ, കൂൾ. ട്രെയിലറിനെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി എങ്ങനെയാ? പിക്ചർ അഭി ബാക്കി ഹേ മേരെ ബ്രോ. ശിവാനി എന്നെ എന്തായിരുന്നു വിളിച്ചത്? എല്ലാവരുടെ മുന്നിൽ എന്നെ ഭർത്താവെന്ന് പറഞ്ഞില്ലേ? ആ, അതിനുശേഷം എന്റെ കൂടെ ഒരു ട്രിപ്പിനും പോകണമെന്ന് പറഞ്ഞിരുന്നു. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വെറും ട്രിപ്പല്ല, അത് ഹണിമൂൺ. വീട്ടുകാരുടെ അടുത്തൊക്കെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങള് ശരിക്കും എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് അറിയാവാ? വേണ്ട, വിട്ടേക്ക് ബ്രോ. ഞങ്ങൾ പോകുന്ന സ്ഥലമൊക്കെ അറിഞ്ഞാൽ ബ്രോയ്ക്ക് ചിലപ്പോ ദേഷ്യം വന്നേക്കും. സംശയമില്ല, സഹിക്കാനേ പറ്റില്ല. തൃശൂൽ, വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് എരികേറ്റണ്ടെന്നെ. ശിവാനി എന്നും എന്റേത് മാത്രമായിരിക്കും. ഇപ്പോഴും നീ അത് തന്നെ വിചാരിച്ചോണ്ടിരിക്കുക? വളരെ മോശം തന്നെ. ശരി ശരി, നിന്റെ അടുത്ത് ഒരുപാട് നേരം സംസാരിക്കാൻ എനിക്ക് സമയമില്ല. എന്നെയും കാത്ത് എന്റെ ഭാര്യ വീട്ടിലിരിക്കുക. ഞാൻ ലേറ്റ് ആവാൻ പാടില്ലെന്നേ. ഭാര്യമാരെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. എന്നാ ഞാൻ പോട്ടെ. ബൈ ബൈ. ത്രിവിക്രം, കേട്ടില്ലേ അവൻ പറഞ്ഞത്? വെറുതെ ചൊറിയാൻ വന്നിരിക്കുക. ത്രിവിക്രം, സമാധാനമായിരിക്കും. ധൃതി വേണ്ട. ഞാൻ സമാധാനപ്പെടണം അല്ലേ? ഞാൻ സമാധാനമായിട്ടിരുന്ന അവര് നാളെ അവിടെ ഹണിമൂൺ ആഘോഷിക്കില്ലേ? ത്രിവിക്രം, അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? നടക്ക്. അവരുടെ പിന്നാലെ നമുക്കും പോവാം. അവരെങ്ങനെ ഒന്നാവൂന്ന് നമുക്ക് കാണാലോ. നമ്മൾ അവരുടെ പുറകെ പോണോന്നാ? അതെ, പോയേ പറ്റൂ. അവര് രണ്ടാളും ഒന്നാവുന്നത് എങ്ങനെയെങ്കിലും തടയണം. തടഞ്ഞേ പറ്റൂ, അത്ര തന്നെ.
100,000 കിലോമീറ്റർ ദൂരെ, അതും കാടിന്റെ നടുവിലുള്ള ഭൈരവഗിരി ക്ഷേത്രത്തിലേക്ക് ഇപ്പൊ എന്തിനാ പോകുന്നെന്നാ? ശിവാനിക്ക് അവിടെ ഒരു പൂജ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇവ സന്തോഷിക്കുന്ന കാണുമ്പോ സ്വാമിയുടെ കാര്യത്തെക്കാളും സ്വന്തം കാര്യത്തിന് വേണ്ടിയാ പോകുന്നതാ തോന്നുന്നത്. ഗോവിന്ദ, മതി, നിർത്തിക്കോ. ഒന്നാമത് അവർ ലേറ്റായിരിക്കുക. കയ്യിലിരിക്കുന്ന പഴമുണ്ടല്ലോ, അത് അവർക്കുള്ളത്, നിനക്കല്ല. അവർക്കായിരുന്നോ? ഇതാ, എനിക്കാണെന്ന് വിചാരിച്ചു. അവര് കഴിച്ചോട്ടെ, നവദമ്പതികളല്ലേ. തൃശൂൽ, ശിവാനി, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഈ ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പൊ നല്ല തണുപ്പായിരിക്കും. പുതപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയെ? എല്ലാം അവിടുന്ന് വാങ്ങായിരുന്നില്ലേ? ഭൈരവഗിരിയില് ഒന്നും തന്നെ കിട്ടില്ല. ഇത് ഗ്രഹണ സമയമല്ലേ. ഇപ്പൊ പുറത്തിറങ്ങുന്നത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതുമല്ല. എന്താ അമ്മ ഇതൊക്കെ? വെറുതെ ഓരോ വിശ്വാസങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട്. അങ്ങനെയൊന്നും അല്ലടാ. പണ്ടുള്ളവര് പറഞ്ഞ കാര്യമാണെങ്കിലും അതിന്റെ പിന്നിൽ തക്കതായ എന്തേലും കാരണം ഉണ്ടാവും. ഗ്രഹണത്തെ അങ്ങനെ ചെറുതായി കാണാൻ നിൽക്കണ്ട. ഇല്ലമ്മേ, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ സൂക്ഷിച്ചു പോയിട്ട് സൂക്ഷിച്ചു വരാം. ഓക്കെ, അനുഗ്രഹിക്കേ. സൂക്ഷിച്ചു പോയിട്ടോ കേട്ടോ. തൃശൂർ, ശിവാനി, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയിലിരിക്കണം കേട്ടോ. ഗ്രഹണ സമയത്ത് പുറത്തേക്കൊന്നും ഇറങ്ങരുത്. ഇല്ല, എങ്ങോട്ടും പോവില്ലമ്മേ. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തോളാം. ഓക്കെ, ശരി. ബൈ എടുത്തി. ബൈ ബ്രോ. ഭാര്യയുടെ ബാഗ് ഞാൻ പിടിച്ചോളാം. ആ, ഓ, തൃശൂൽ, വണ്ടി നിർത്ത്. അല്ല, വണ്ടി നിർത്താൻ. എന്തൊരു ശിവാനി, എന്താ നീ കാണിക്കുന്നെ? ഞാൻ എന്ത് ചെയ്തു? വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമല്ലേ. അത് റോഡിൽ നോക്കിയാ ഓടിക്കേണ്ടത്, അല്ലാതെ എന്നെ നോക്കിയിട്ടല്ല. മുമ്പിൽ ഹമ്പൊക്കെ ഉണ്ട്, നോക്കിയിട്ട് വണ്ടി ഓടിക്ക്. ശരി, ആയിക്കോട്ടെ. വഴി നോക്കി തന്നെ ഓടിച്ചോളാം. ശിവാനി, നിന്റെ കൂടെ എന്നെ വിളിച്ചോണ്ട് വന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടല്ല നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നേ. നിനക്ക് ഒരു ഫീലും ആവുന്നില്ലേ? ആവുന്നുണ്ട്. നിന്റെ കൂടെയാണല്ലോ വന്നതെന്ന് ഓർത്ത് ഫീൽ ആവുന്നുണ്ട്. എന്ത് അഹങ്കാരാണെന്ന് നോക്കി. ഒട്ടും റൊമാൻറ്റിക് ആവാത്തൊരു സാധനം. എന്താ പറഞ്ഞേ? ഒന്നുമില്ലേ, വഴി ഉണ്ടാക്കിയ എഞ്ചിനീയർ ഓരോ കിലോമീറ്റർ ഓരോ ഹമ്പ് വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു യൂസിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഭൈരവഗിരിക്ക് ഒന്ന് എത്തിച്ചേർന്നോട്ടെ. നിന്നെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് എനിക്കറിയാം. എന്തായാലും അവിടെ നമ്മുടെ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടാവൂ. മായേ, അവരിത് എങ്ങോട്ടായി പോകുന്നേ? ഭൈരവഗിരി അമ്പലത്തിലേക്ക്. ഹണിമൂന്നല്ലേ പറഞ്ഞേ? ശിവാനി തൃശൂലിനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരെവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ അറിഞ്ഞേ പറ്റൂ. അവരിനി എങ്ങോട്ട് പോയാലും അവരുടെ നിഴല് പോലെ നമ്മളും കൂടെ കാണില്ലേ?